SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് കണ്ടെത്താനാവാത്ത 81,000 കേസുകൾ പരിഹരിച്ചതായി മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ്. ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ലോജിക്കൽ വ്യത്യാസം ഉൾപ്പെടെ ഹിയറിംഗ് ആവശ്യമുള്ള 3 ലക്ഷത്തോളം കേസുകളിൽ ഈ ആഴ്ചയോടെ നടപടികൾ പൂർത്തിയാക്കും. വോട്ടവകാശമുള്ള ഒരാൾ പോലും പട്ടികയിൽ നിന്ന് പുറത്താകില്ലെന്ന് കലക്ടർ ഉറപ്പു നൽകി. വില്ലേജ് ഓഫീസുകളിൽ ഇതിനായി ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 14ഓടെ 6 ലക്ഷത്തിലധികം അപേക്ഷകളിൽ നടപടി പൂർത്തിയാക്കും. MLA-മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള പദ്ധതികൾക്ക് ഭരണാനുമതി നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ പ്രത്യേക യോഗം ചേരും. പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഫെബ്രുവരി 25-ന് ഉദ്യോഗസ്ഥരുടെ പ്രീ വികസന സമിതി യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനമായി. കോട്ടയ്ക്കൽ പുത്തൂർ ചെനക്കൽ ബൈപ്പാസ് 3ാം ഘട്ടത്തിന്റെ സർവേ പൂർത്തിയായതായും യോഗം വിലയിരുത്തി. ജില്ലയിലെ വിവിധ വികസന പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്തു. കാടാമ്പുഴ 110 kV സബ്സ്റ്റേഷൻ ഫെബ്രുവരി 15-ന് കമ്മീഷൻ ചെയ്യും. മഞ്ചേരി അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ഈ ആഴ്ച ആരംഭിക്കാനും ഇരുമ്പിളിയം വലിയകുന്നത്ത് റോഡിലെ പൈപ്പ് ലൈൻ മാറ്റുന്നത് സംബന്ധിച്ച് ഫെബ്രുവരി 2-ന് പ്രത്യേക യോഗം ചേരാനും തീരുമാനിച്ചു. കൂടാതെ തിരൂർ ജില്ലാ ആശുപത്രിയിലെ അർബുദ മരുന്നുക്ഷാമം പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ അടിയന്തര ഇടപെടൽ തേടിയിട്ടുണ്ട്. സിവിൽ സ്റ്റേഷനിലെ കുടുംബക്കോടതി കെട്ടിടം നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. മലപ്പുറം DDA ഓഫീസ് നിർമ്മാണം പുരോഗമിക്കുന്നതിനൊപ്പം പുതിയ RTO ഓഫീസിനായി അനുമതി തേടിയിട്ടുണ്ട്. ദേശീയപാതയിലെ ഡ്രൈനേജ് നിർമ്മാണത്തിനായി അതോറിറ്റി ഫണ്ട് റിലീസ് ചെയ്യുന്ന മുറയ്ക്ക് തുക LSGDക്ക് കൈമാറും. യോഗത്തിൽ MLA-മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, KPA മജീദ്, P ഉബൈദുള്ള, ADM K ദേവകി, സബ് കളക്ടർ സാക്ഷി മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മലപ്പുറം.